ദേവതകളെ നമുക്ക് ഉറപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈശ്വരനല്ല ദൈവം, ദൈവമല്ല ദേവത. ആധ്യാത്മികതയല്ല ആദിദൈവികത, ആദിദൈവികതയല്ല ആദിഭൗതികത. ഇങ്ങനെ 3 തലങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പൊതുവിൽ നമ്മൾ പറയുക ആധ്യാത്മിക കേന്ദ്രം എന്നാണ്. ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങളല്ല, ആശ്രമങ്ങളാണ് ആധ്യാത്മിക കേന്ദ്രങ്ങൾ. ക്ഷേത്രങ്ങൾ ആദിദൈവിക കേന്ദ്രങ്ങളാണ്, ദേവതകളുടെ കേന്ദ്രമാണ്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളായി പ്രകാശിപ്പിക്കുന്നത് എന്തോ അതാണ് ദൈവം. അപ്പോൾ ഞാനായി നിലനിൽക്കുന്നതിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു കാരണം പറയുന്നത് മാതാപിതാ ഗുരു, അച്ഛനും അമ്മയും ഗുരുവാണ് എന്നെ ഞാനാക്കിയിരിക്കുന്നത്, ഈ ശരീരം തന്നത്, ഈ വ്യക്തിത്വം തന്നതും ഒക്കെ. പക്ഷെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഇതുവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. പൂർവാർജിതമായിട്ട് പൂർവ്വജന്മങ്ങൾ തൊട്ട് നമ്മൾ ചെയ്തു വന്ന കർമ്മങ്ങളാണ് ഇന്നത്തെ ഞാൻ. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ ആരായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് പോലും നമ്മുടെ പൂർവ്വകർമ്മങ്ങളാണ്. അപ്പം ദൈവം ഭാരതീയമായ ശാസ്ത്രമനുസരിച്ച് പൂർവ്വകർമ്മമാണ് ദൈവം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം ചേർന്നതാണ്. പുല്ലും പുഴുവും പുൽച്ചാടിയും നമ്മളും പ്രപഞ്ചം മുഴുവൻ ചേർന്നത് സമഗ്രമായിട്ടുള്ള ഈശ്വര ചൈതന്യമാണ്. ഈ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രവർത്തിക്കുന്ന അംശങ്ങളാണ് ദേവതകൾ. ശരീരത്തിലും പ്രപഞ്ചത്തിലും ഓരോന്നും ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ള ശക്തികളാണ് ദേവതകൾ. ഞാൻ നേരത്തെ സ്ഥിതിരൂപമായിട്ടുള്ള ശക്തി വിഷ്ണു എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ ദേവതകൾ. ഈ ദേവതകളെ നമുക്ക് ഉറപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശ്രദ്ധയാണ്. നമ്മുടെ ഉള്ളിൽ ശ്രദ്ധ എത്ര തീവ്രമാകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കും. ആ ശ്രദ്ധയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ആചരണങ്ങൾ ഉള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും പറയും ഒരു യാന്ത്രികമായിട്ടത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലാക്കി ചെയ്യണം. യാന്ത്രികമായിട്ട് ചെയ്താലും ചെയ്തുകൊണ്ടേയിരുന്നാൽ പിൽക്കാലത്ത് മനസ്സിലായിക്കോളും. അർത്ഥമറിയാതെ രാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്ന എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ വായിച്ചിട്ടില്ലേ? അർത്ഥം പോലും അറിയില്ല. കാട്ടാളൻ മഹാഋഷിയായിട്ട് മാറും, അർത്ഥമേ അറിയില്ല. അത്രയും ശക്തമാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഏറ്റവും ലളിതമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ. അപ്പം ആ അനുഷ്ഠാനങ്ങൾ, നാമജപം, ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം നാമജപം. പിന്നെ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന നമ്മുടെ വീട്ടിലെ ദേവതയെ, കുലദേവതയെ, ധർമ്മദേവതയൊക്കെയുള്ള പൂജ, അത് നമുക്ക് പൂജകളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, മറന്നുപോയി, പറഞ്ഞു തരാൻ ആരുമില്ല. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി, ആ നാമം ജപിച്ചാൽ മാത്രം മതി. ഏറ്റവും ലളിതമായിട്ട് അത്രേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഉറപ്പിന് അത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കോളും. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് നമ്മൾ ഏത് മേഖലയിൽ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിലും അത് ഒരു തപസ് പോലെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചെയ്യുക. നമ്മളൊരു ഡോക്ടറാണെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് സമാജത്തിൻ്റെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉപദേശം നൽകുക, മരുന്ന് നൽകുക. അധ്യാപകരാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ അവനവൻ്റെ കർമ്മമേഖല ഏറ്റവും ധർമ്മിഷ്ഠമായിട്ട് ഒരു തപസ് പോലെ ചെയ്ത് നമ്മൾക്ക് പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്ന നിത്യകർമാനുഷ്ഠാനങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഈ ഭഗവത് ചൈതന്യം ഉള്ളിൽ ഉണരും, ഉറയ്ക്കും.